ഹലോ ഹായ് കൂട്ടുകാരെ. അപ്പോൾ കുറച്ച് കുഞ്ഞു കുഞ്ഞു കാര്യമായിട്ടൊക്കെ വന്നേക്കുവാണ് കേട്ടോ. വൈകുന്നേരത്തെ കുറച്ച് കാര്യങ്ങളാണ്. വൈകുന്നേരം ചെറിയ 7:30 ആയി കേട്ടോ. അപ്പോഴിതാ നമ്മൾ കുറച്ച് അപ്പം ഇങ്ങനെ ആവി കയറ്റുന്നുണ്ട്. പിന്നെ കുറച്ച് എന്താണ് പത്തിരി മറന്നുപോയി കേട്ടോ. അപ്പോൾ അതും ആവി കയറ്റി വെച്ചു. അപ്പം അവിടെ കുറച്ച് ചോറും കുറച്ച് ചിക്കൻ കറിയൊക്കെ ഇരിപ്പുണ്ടു. അപ്പോൾ ഇന്ന് രാത്രിത്തെ കാര്യം കുശാലായി. അപ്പം ഞാൻ വെച്ചാൽ നമ്മൾ അക്കൂനെ ഒന്ന് വിളിച്ച് കുറച്ച് പാൽ കൊടുക്കാമെന്നും പറഞ്ഞു. പാത്രമൊക്കെ കഴുകിയപ്പോൾ പാത്രം കണ്ടാൽ മതി കേട്ടോ. അവനറിയാം പാത്രം തട്ടുമ്പോഴേ അവൻ്റെ പാത്രമാണെന്ന്. അപ്പോൾ ഓടി വരുവാണ്. അങ്ങനെ കുറച്ച് പാല് കാച്ചിയായിരുന്നു. അങ്ങനെ അത് കൊടുക്കാനായിട്ട് ഇങ്ങനെ നിൽക്കുമായിരുന്നു കേട്ടോ. അപ്പോൾ നമുക്ക് സിന്ധുജിയാണ് കേട്ടോ. അവിടെ ഒരു കല്യാണം ഉണ്ടായിരുന്നു. അവൻ കിട്ടിയപ്പം ഞമ്മക്കൂടെ കൊടുത്തു വിട്ടതാണ്. അപ്പം ചിക്കൻ കറിയും പിന്നെ ഫ്രൈഡ് റൈസും ഒക്കെ ഉണ്ടായിരുന്നു അതിൻ്റെ കൂട്ടത്തിൽ. അങ്ങനെ അത് അക്കു കഴിക്കുകയാണ്. അപ്പോഴത്തേക്ക് ചേട്ടൻ കുറച്ച് മീനുമായിട്ടൊക്കെ വന്നു കേട്ടോ. ആവോലിയും പിന്നെ 2 അയില ഉണ്ടായിരുന്നു. ഞാൻ ആവോലി കൂട്ടാറില്ല. അപ്പോൾ രാത്രി തന്നെ മീൻ മട്ടി നമ്മൾ വെച്ചാൽ രാവിലെ ആകുമ്പോൾ എളുപ്പമല്ലേ. ഫുഡൊക്കെ കഴിച്ചു. കല്യാണത്തിനുള്ള ഫുഡായിരുന്നു കേട്ടോ. പത്തിരി, അപ്പം, പിന്നെന്തുവായിരുന്നു ഫ്രൈഡ് റൈസ്. അപ്പോൾ അതാ ഇനി പാത്രം കഴുകാനുള്ള പുറപ്പാടിലാണ്. ഞാനല്ല കേട്ടോ, മോളാണ് കഴുകുന്നത്. സീരിയസ് ആയി. ക്യാമറ എന്താ സീരിയസാണ്. അപ്പോൾ അവനെ അകത്തോട്ട് വിടാനാണ്. കഥ അടച്ചിട്ടേക്കുന്നുണ്ട്. അവൻ വരാത്ത ഇപ്പോൾ ഓടി വരും. അപ്പോൾ ഞാൻ രാത്രിയിൽ കുറച്ച് ചോറും 1 ഗ്ലാസ് വെള്ളം അടുക്കളയിൽ ഇങ്ങനെ വെക്കാറുണ്ട് കേട്ടോ. എന്താണെന്ന് വെച്ചാൽ പണ്ടൊന്നും നമ്മൾ പാത്രം കഴുകത്തില്ലായിരുന്നല്ലോ. അപ്പോൾ ചോറ് ഇങ്ങനെ കലത്തിൽ തന്നെ വെച്ചേക്കും. ഇപ്പോഴാണ് എല്ലാം വൃത്തിയാക്കിയിട്ട് എല്ലാം തേച്ച് വെക്കുന്നതുകൊണ്ട് അപ്പോൾ ഇങ്ങനെ എടുത്ത് വെക്കാറുണ്ട് കേട്ടോ. അതൊരു ശീലമാണ്. അങ്ങനെ പറയാറുണ്ട്. പണ്ടുള്ള അമ്മാമ്മയൊക്കെ പറയാറുണ്ട് വെള്ളം വെക്കണം രാത്രിയിലെന്ന് പറയും. അങ്ങനെ നമ്മൾ ചെടികളൊക്കെ വളർന്നു. അതാ ഒന്ന് കാണിച്ചത്. പിന്നെ മോളവിടെ ധൃതിയിൽ പാത്രം കഴുകുന്നു. അപ്പോഴത്തേക്ക് മോൻ പിന്നെ റേഷൻ കടയിൽ നിന്ന് സാധനമൊക്കെ വാങ്ങിച്ചുകൊണ്ട് വെച്ചിരുന്നു. പച്ചരിയും പിന്നെ നമ്മുടെ റേഷൻ ഇരിയും മാവും കേട്ടോ. അപ്പോൾ കാണാം നമ്മൾ റേഷൻ അത്രയ്ക്ക് പോരാ കേട്ടോ. എപ്പോഴും മേടിക്കുന്ന പോലത്തെ അല്ല, വേറൊരു സൈസ് അരി. എന്നാലും കുഴപ്പമില്ല. ഇനിയിപ്പോൾ രാത്രിത്തേക്ക് നാളത്തേക്കുള്ള വെള്ളം തിളപ്പിക്കണം. അപ്പം അതും വെച്ചു. അങ്ങനെ അടുക്കളയൊക്കെ നീറ്റാക്കി ഇട്ടു. അപ്പോൾ ഇത്രയൊക്കെ തന്നെയുള്ളൂ. ഓക്കേ, ബൈ.